നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വയനാട് മൂടക്കൊല്ലിയിൽ വീണ്ടും കടുവയിറങ്ങി 6 പന്നികളെ കൊന്നു. ഭീതിയിൽ പ്രദേശവാസികൾ. പത്തനാപുരം കരിയോട്ടുമലയിലെ ആദിവാസികൾക്ക് വീട് സ്വപ്നം മാത്രം. ഊരിലെ വീട് നിർമ്മാണം തുടങ്ങിയിട്ട് 12 വർഷം. സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി കുടുംബങ്ങൾ. വയോജനങ്ങളുടെ സംരക്ഷണത്തിന് പദ്ധതിയുമായി തൃശൂർ അരിമ്പൂർ പഞ്ചായത്ത്. പരിശീലനം നൽകുന്നത് 1000 പേർക്ക്. മലപ്പുറം പുത്തനത്താണിയിൽ ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞു. അപകടത്തിൽപ്പെട്ടത് അമിത ലോഡുമായി വന്ന ലോറി. മലപ്പുറം തിരുവമ്പാടി മണ്ടാംകടവ് റോഡ് ഗതാഗതത്തിന് സജ്ജം. പാലം നാളെ തുറക്കും. നാട്ടുവർത്തമാനത്തിലേക്ക് വിശദമായി. വയനാട് വാഗേരി മൂടക്കൊല്ലിയിൽ വീണ്ടും കടുവയിറങ്ങി. മൂടക്കൊല്ലി സ്വദേശി ശ്രീജിത്തിന്റെ പന്നി ഫാമിലെ 6 പന്നികളെ കടുവ കൊന്നു. മേഖലയിൽ വീണ്ടും കടുവയുടെ ആക്രമണമുണ്ടായതോടെ കടുത്ത ഭീതിയിലാണ് പ്രദേശവാസികൾ. മൂടക്കൊല്ലിയിലെ പന്നി ഫാമിൽ ഇന്നലെ രാത്രിയാണ് വീണ്ടും കടുവയെത്തിയത്. ശ്രീജിത്തിന്റെയും ശ്രീനിഷിന്റെയും ഉടമസ്ഥതയിലുള്ള പന്നി ഫാമിൽ 6 പന്നികളെയാണ് കാണാതായത്. ഒരെണ്ണത്തെ കൂട്ടിൽ ചത്ത നിലയിലും ബാക്കിയുള്ളവയുടെ അവശിഷ്ടങ്ങൾ സമീപ പ്രദേശങ്ങളിലും കണ്ടെത്തി. രാവിലെ വന്നപ്പോൾ കൂട്ടിൽ വീണ്ടും പന്നികളുടെ എണ്ണം കുറവ് കണ്ടു. അങ്ങനെ നോക്കുമ്പോൾ കടുവേൻ്റെ പാടുകളും സെയിം കൂട്ടിൽ നിന്ന് തന്നെ കടുവ പിടിച്ചുകൊണ്ട് പോവുകയും അതിന് ആ കാൽപ്പാടുകൾ പിന്തുടർന്ന് ഞങ്ങൾ പോയി നോക്കുമ്പോൾ ഫോറസ്റ്റിനോട് ചേർന്ന് തന്നെ ഫോറസ്റ്റിൽ തന്നെ എന്ന് പറയാം അവിടെ അവശിഷ്ടങ്ങൾ തിന്ന് ആ ആറെണ്ണത്തിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ കാണാൻ കഴിഞ്ഞു. പൂർണ്ണമായും തിന്ന സ്ഥിതിയാണ് ഉള്ളത്. കഴിഞ്ഞയാഴ്ച ഇതേ ഫാമിലെ 20 പന്നികളെ കടുവ കൊന്നിരുന്നു. തുടർന്ന് ഫാമിനടുത്ത് വനം വകുപ്പ് കൂട് സ്ഥാപിച്ചിരുന്നെങ്കിലും കടുവയെ പിടികൂടാനായില്ല. കഴിഞ്ഞ മാസം പ്രജീഷ് എന്ന യുവകർഷകന്റെ ജീവനെടുത്ത പ്രദേശത്തു നിന്ന് 1.5 കിലോമീറ്റർ മാത്രം അകലെയാണ് പന്നിഫാം. ഈ കടുവയെ പിടികൂടിയതിനു ശേഷവും പ്രദേശത്ത് കാക്കനാട് വർഗീസിന്റെ 3 വയസ്സുള്ള ആടിനെയും ഞാറക്കാട്ടിൽ സുരേന്ദ്രന്റെ പശുകിടാവിനെയും കടുവകൾ കൊന്നിരുന്നു. ന്യൂസ് 18 വയനാട്. ഇടുക്കി ചിന്നക്കനാലിൽ ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തി വന്നിരുന്ന അനിശ്ചിതകാല റിലേ നിരാഹാര സമരം അവസാനിപ്പിച്ചു. ഡിജിറ്റൽ റീസർവേയിൽ കൈവശക്കാരുടെ ഭൂമി ഉൾപ്പെടുത്തേണ്ട എന്ന സർക്കാർ നിലപാട് ഹൈക്കോടതി സ്റ്റേ ചെയ്തതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. സർക്കാർ നിലപാട് അനുകൂലമല്ലെങ്കിൽ സമരം വീണ്ടും പുനരാരംഭിക്കും. 41 ദിവസമാണ് നാട്ടുകാർ സിംഗുകണ്ടത്ത് നിരാഹാര സമരം നടത്തിയത്. ഇടുക്കി അടിമാലി കോടതിയിലെ ബാർ അസോസിയേഷൻ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് റജി പുതുശ്ശേരി, സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രവീൺ കെ ജോർജ്, ട്രഷറർ അഡ്വക്കേറ്റ് ആദർശ് കെ ജോർജ് എന്നിവർ ചുമതലയേറ്റു. ബാർ അസോസിയേഷൻ ഹാളിൽ അഡ്വക്കേറ്റ് പടയാട്ടി എൽദോ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻസിഫ് മജിസ്ട്രേറ്റ് ലിജോ ജെയിംസ് മുഖ്യാതിഥിയായി. പത്തനാപുരം KSRTC ഡിപ്പോയിൽ നിന്നും സൂപ്പർഫാസ്റ്റ് ഷെഡ്യൂളായ കെ സ്വിഫ്റ്റ് സർവീസ് ആരംഭിച്ചു. മാനന്തവാടിക്കും ഇരിട്ടി വരെയുള്ള 2 ട്രിപ്പുകൾക്കായി 4 ബസ്സുകൾ ഡിപ്പോയിൽ എത്തിച്ചിരുന്നു. സർവീസുകളുടെ ഔദ്യോഗിക ഉദ്ഘാടനം മന്ത്രി KB ഗണേഷ് കുമാർ നിർവഹിച്ചു. പത്തനാപുരത്ത് നിന്ന് ഉച്ചയ്ക്ക് 1:50 പുറപ്പെട്ട് പുലർച്ചെ മാനന്തവാടിയിലെത്തും. ഉച്ചയ്ക്ക് 2:40 പോകുന്ന ചന്ദനക്കംപാറ ബസ് ഇനി മുതൽ ഇരിട്ടി വരെ സ്വിഫ്റ്റ് സർവീസായും ഓടും. കോഴിക്കോട് വടകര മുക്കാളിയിൽ കാറിന് തീപിടിച്ച് പൊള്ളലേറ്റ ആൾ മരിച്ചു. പേരാമ്പ്ര എരവട്ടൂർ സ്വദേശി ബിജു ആണ് മരിച്ചത്. 80% പൊള്ളലേറ്റ ബിജു കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മാഹി കാനറ ബാങ്ക് ജീവനക്കാരനായിരുന്നു. മലപ്പുറം പുത്തനത്താണി തിരുനാവായ റോഡിൽ അമിത ലോഡുമായി വന്ന ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞു. പുത്തനത്താണി തിരുനാവായ ചേരലാൽ കയറ്റത്തിൽ അമിത ലോഡുമായി വന്ന ലോറി നിയന്ത്രണം വിട്ടുമറിയുകയായിരുന്നു. അപകടത്തിൽ ഡ്രൈവർ പരിക്കുകളില്ലാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇന്നലെ അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം. മെറ്റൽ കയറ്റി പോവുകയായിരുന്ന ലോറി ഭാരം താങ്ങാനാകാതെ പുറകോട്ട് വരികയും തുടർന്ന് റോഡിന് കുറുകെ തലകീഴായി മറിയുകയുമായിരുന്നു. മേഖലയിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചു.
ആധുനിക രീതിയിൽ നവീകരിച്ച താഴെ മലപ്പുറം തിരുവമ്പാടി മണ്ടാങ്കടവ് റോഡ് ഗതാഗതത്തിന് സജ്ജം. പാലം നാളെ തുറക്കും. 5.5 കോടി രൂപ ചെലവഴിച്ച് ആധുനിക രീതിയിൽ നിർമ്മിച്ച താഴെ തിരുവമ്പാടി മണ്ടാങ്കടവ് റോഡിന്റെ ഉദ്ഘാടനമാണ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിക്കുന്നത്. 5 കോടി രൂപ ചെലവഴിച്ച് കാരശ്ശേരി പഞ്ചായത്തിലെ കാരമൂല വല്ലത്തായിപ്പാറ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന പുതിയ പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം 15-ന് നടക്കും. രാവിലെ 11 മണിക്ക് കാരമൂല അങ്ങാടിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. പുതുതായി നവീകരിച്ച റോഡും പുതുതായി നിർമ്മിക്കുന്ന പാലവും കാരശ്ശേരി തിരുവമ്പാടി പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുമെന്ന് തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് പറഞ്ഞു. രണ്ട് പ്രദേശത്തുകാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെയും തിരുവമ്പാടിയിലെയും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രവൃത്തികളും ഏറ്റവും അനിവാര്യമായ പ്രവൃത്തികളാണ്. തിരുവമ്പാടിയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് വളരെ വേഗത്തിൽ മുക്കത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയുന്ന അതിമനോഹരമായി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി 5.5 കോടി രൂപ മുടക്കി നവീകരിച്ച ഒരു ബൃഹത്തായ പദ്ധതിയാണ് തിരുവമ്പാടി മണ്ടാങ്കടവ് റോഡ്. എല്ലാ ആധുനിക സംവിധാനങ്ങളോടും കൂടിയിട്ടാണ് പ്രസ്തുത റോഡ് നവീകരിച്ചിട്ടുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന വെന്റ് പൈപ്പ് പാലത്തിൽ ചെറിയൊരു മഴ പെയ്താൽ പോലും വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് വെന്റ് പാലത്തിന് പകരം പുതിയ കോൺക്രീറ്റ് പാലം നിർമ്മിക്കുന്നത്. പാലത്തിന്റെ തൂണുകളുടെ പ്രവൃത്തിയും അപ്രോച്ച് റോഡിന്റെ പ്രവൃത്തിയും നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് താഴെ തിരുവമ്പാടി മണ്ടാങ്കടവ് റോഡിന്റെ പ്രവൃത്തി നടത്തുന്നതും. ന്യൂസ് 18 തിരുവമ്പാടി. ഇടുക്കി ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് ശാപമോക്ഷം. നിർമ്മാണം പൂർത്തീകരിച്ച് 2 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ബസ് സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം 16-ന് M മണി MLA നിർവഹിക്കും. 2000-ലാണ് പൂപ്പാറ കുമളി സംസ്ഥാന പാതയോട് ചേർന്ന് ശാന്തൻപാറയിൽ സ്ഥലമേറ്റെടുത്ത ബസ് സ്റ്റാൻഡ് നിർമ്മാണം ആരംഭിച്ചത്. പഞ്ചായത്തിന്റെ ആസ്തി, വികസന ഫണ്ട്, MLA, MP ഫണ്ടുകൾ എന്നിവ ഉൾപ്പെടെ 60 ലക്ഷത്തോളം രൂപ മുടക്കിയാണ് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത്. കംഫർട്ട് സ്റ്റേഷനും കടമുറികളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി. എന്നാൽ വൈദ്യുതി കണക്ഷൻ ലഭിക്കാതെ വർഷങ്ങളോളം സ്റ്റാൻഡ് ഉപയോഗശൂന്യമായി കിടന്നു. ഗതാഗത വകുപ്പിന്റെ അനുമതി ലഭിക്കാത്തതും സ്റ്റാൻഡിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് തടസ്സമായി. ബസ് സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിക്കാത്തതിന് പ്രതിഷേധം ശക്തമായതോടെ മുൻ ഭരണസമിതി യോഗം ചേർന്ന RTOയ്ക്ക് കത്ത് നൽകി. ബസ് സ്റ്റാൻഡിൽ ഷെൽട്ടറും സൂചനാ സംവിധാനങ്ങളും ഒരുക്കിയാൽ അനുമതി നൽകാമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചെങ്കിലും പിന്നീട് തുടർ നടപടികൾ ഉണ്ടായില്ല. കഴിഞ്ഞ ജൂൺ മാസത്തിൽ ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ ബസ് സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിക്കണമെന്നും ഇതിനായി മോട്ടോർ വാഹന വകുപ്പ് അനുമതി നൽകണമെന്നും ആവശ്യം ഉയർന്നു. ഇത് സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പിന് പഞ്ചായത്ത് കത്ത് നൽകുകയും ചെയ്തു. ഈ മാസം 16-ന് ഉച്ചകഴിഞ്ഞ് ചേരുന്ന യോഗത്തിൽ ബസ് സ്റ്റാൻഡ് നാടിനായി സമർപ്പിക്കും. ന്യൂസ് 18 നെടുങ്കണ്ടം. ഇടുക്കി മുരിക്കാശ്ശേരി ബൈപ്പാസ് വർഷങ്ങൾ പിന്നിട്ടിട്ടും യാഥാർത്ഥ്യമായില്ല. മുരിക്കാശ്ശേരി പാപനാത്മ കോളേജ് വഴിയിൽ നിന്നും പോലീസ് സ്റ്റേഷൻ വഴി കരിമ്പൻ റോഡിലേക്ക് എത്തുന്ന പ്രധാന സമാന്തര പാതയാണ് പണി തീരാതെ കിടക്കുന്നത്. വാത്തിക്കുടി പഞ്ചായത്ത് ആസ്ഥാനമായ മുരിക്കാശ്ശേരി ടൗണിൽ ഗതാഗതക്കുരുക്കുണ്ടാവുമ്പോൾ ഏക സഞ്ചാരമാർഗം ഈ പാതയാണ്. 1 കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരം. നിർമ്മാണം പൂർത്തിയാക്കാമെന്ന് നിരവധി തവണ ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന റോഷി അഗസ്റ്റിൻ പലപ്പോഴും വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ വാഗ്ദാനം പാഴ്വാക്കായതല്ലാതെ റോഡ് പൂർത്തിയാക്കിയില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഗ്രാമപഞ്ചായത്ത് മുതൽ സംസ്ഥാന ഗവൺമെന്റ് വരെ ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന്റെ സ്ഥലത്തെ MLAയും മന്ത്രിയുമായിരിക്കുന്ന ആള് നിരവധി തവണ മുരിക്കാശ്ശേരി പ്രഖ്യാപിച്ചാണ് ഈ റോഡ് പൂർത്തീകരിക്കുന്നത്. നാളിതുവരെയായിട്ടും ഈ റോഡ് പൂർത്തീകരിച്ചിട്ടില്ല. അടിയന്തരമായി ഈ റോഡ് പൂർത്തീകരിക്കുന്നതിനുള്ള ക്രമീകരണം ഈ നാട്ടിലെ വാത്തിക്കുടി പഞ്ചായത്തിലെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ സഞ്ചരിക്കുന്ന ആളുകളോടുള്ള പ്രതിബദ്ധത ഉണ്ടെങ്കിൽ മിനിസ്റ്ററുടെ ഭാഗത്തുനിന്ന് അടിയന്തരമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്രമീകരണം ഉണ്ടാകണം. കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ സഞ്ചരിക്കുന്ന ഈ വഴിയോരം ജനവാസ മേഖല കൂടിയാണ്. ചെറിയൊരു മഴ പെയ്താൽ ഇതുവഴി കാൽനട യാത്ര പോലും കഴിയാതെയാകും. ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന മുരിക്കാശ്ശേരി ബൈപ്പാസ് പൂർത്തിയാക്കാൻ മന്ത്രി റോഷി അഗസ്റ്റിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. നാട്ടുവർത്തമാനത്തിലേക്ക് വീണ്ടും. കഷ്ടതകൾ അനുഭവിക്കുന്ന വയോജനങ്ങളെ സംരക്ഷിക്കാൻ സ്ഥിര സംവിധാനം ഒരുക്കി തൃശൂർ അരിമ്പൂർ പഞ്ചായത്ത്. ഇതിനായി തദ്ദേശീയരായ 1000 പേർക്കാണ് പഞ്ചായത്ത് പരിശീലനം നൽകുന്നത്. 30 വീടുകൾക്ക് 2 വളണ്ടിയർ എന്ന കണക്കിൽ പഞ്ചായത്തിലെ എല്ലാ പ്രദേശത്തും ഇനി ആരോഗ്യ സംരക്ഷണത്തിനും സഹായത്തിനും വളണ്ടിയർമാർ വിളിപ്പുറത്തുണ്ടാകും. സന്തോഷകരമായ വാർദ്ധക്യം, ഏകാന്തതയിൽ ഒരു കൈത്താങ്ങ്. ഇതാണ് വയോജനങ്ങളുടെ സംരക്ഷണത്തിനായി അരിമ്പൂർ പഞ്ചായത്തിൽ രൂപം കൊണ്ട വയോസേവന കമ്മിറ്റിയുടെ ലക്ഷ്യം. 2021 കേരള സർക്കാരിന്റെ പ്രഥമ വയോസേവന പുരസ്കാരം നേടിയ പഞ്ചായത്താണ് അരിമ്പൂർ. 2019 ആരംഭിച്ച പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്.
പഞ്ചായത്തിലാകെ 5014 വയോജനങ്ങളാണുള്ളത്. ഇതിൽ 1248 പേർ വീടിനകത്തു മാത്രം സഞ്ചരിക്കാൻ കഴിയുന്നവരാണ്. 306 പേർ കിടപ്പ് രോഗികളാണ്. ഉറ്റവരും ഉടയവരും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവർക്ക് സഹായിയായി വോളണ്ടിയർമാരുടെ സംഘം ഇനിയുണ്ടാകും. പഞ്ചായത്തിലെ 34 അങ്കണവാടികൾ, 246 കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ, 10 ക്ലബ്ബുകൾ എന്നിവിടങ്ങളിൽ വയോജന ക്ലബ്ബുകൾ രൂപീകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 30 മുതൽ 40 വീടുകൾക്ക് 2 വോളണ്ടിയർമാർ എന്ന കണക്കിലാണ് സേവനം. ഇതിനായുള്ള വോളണ്ടിയർമാർക്കുള്ള ആദ്യദിന പരിശീലനം നടന്നു. ഫെബ്രുവരി മാസത്തോടെ 1000 വോളണ്ടിയർമാർ പരിശീലനം നേടി കർമ്മപഥത്തിലുണ്ടാകുമെന്ന് അരിമ്പൂർ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷനും പദ്ധതിയുടെ കോർഡിനേറ്ററുമായ VK ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഈ 1000 വളണ്ടിയർമാരെ സേവനം ആവശ്യമായുള്ള കുടുംബങ്ങളിലേക്ക് സർവീസ് നൽകുന്നതിന് വേണ്ടി എത്തിക്കുക എന്നതാണ് നമ്മൾ ലക്ഷ്യമിടുന്ന പ്രവർത്തനം. 1248 പേർ നമ്മുടെ സർവേയുടെ ഭാഗമായിട്ട് വീട്ടിൽ മാത്രം സഞ്ചരിക്കാൻ ശേഷിയുള്ളവരായി കണ്ടെത്തിയിരിക്കുന്നു. 300-ലേറെ പേർ കിടപ്പ് രോഗികളായിട്ടുണ്ട്. ഇങ്ങനെ 1500-ലധികം പേർക്ക് സേവനം ആവശ്യമുള്ളവരായി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവർക്ക് സേവനം കുടുംബങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമായി കണ്ടെത്തിക്കൊണ്ട് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര ഒരു സർവീസ് കുടുംബങ്ങളിൽ എത്തിക്കാനായി ഒരു പഞ്ചായത്ത് സംവിധാനം തയ്യാറാവുന്നത്. കേരള ആരോഗ്യ സർവകലാശാല, ഹെൽത്ത് ആക്ഷൻ ബൈ പീപ്പിൾ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്നിവരാണ് ഇതിനാവശ്യമായ അക്കാദമിക് പരിശീലനം നൽകുന്നത്. വോളണ്ടിയർമാർക്കുള്ള പരിശീലനത്തിന്റെ ഉദ്ഘാടനം മുരളി പേരുനെല്ലി MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ, വൈസ് പ്രസിഡന്റ് CG സജീഷ്, വാർഡ് അംഗങ്ങളായ സൽജ സന്തോഷ്, ജില്ലി വിൽസൺ, CP പോൾ, PA ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 തൃശൂർ. 7 വയസ്സുകാരൻ കൈകൾ ബന്ധിച്ച് വേമ്പനാട്ട് കായൽ 4.5 കിലോമീറ്റർ നീന്തിക്കടന്നു. സത്വിക് സന്ദീപാണ് ആ കൊച്ചുമിടുക്കൻ. വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡിലും സത്വിക് ഇടം പിടിച്ചു. 1 മണിക്കൂർ 35 മിനിറ്റ് കൊണ്ടാണ് സത്വിക് സന്ദീപ് റെക്കോർഡ് നേട്ടത്തിലേക്ക് നീന്തി കയറിയത്. രാവിലെ 8:40 കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ചിൽ നിന്നും ആലപ്പുഴ ജില്ലയിലെ തവണക്കടവിലേക്ക് നീന്തിയാണ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചത്. 2 കൈകളും ബന്ധിച്ച് നീന്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണ് സത്വിക് സന്ദീപ്. കോതമംഗലം ഡോൾഫിൻ ക്ലബിലെ പരിശീലനമാണ് സത്വിക്കിന് കരുത്തു പകർന്നത്. കോതമംഗലം പിടവൂർ തുരുത്തിക്കാട്ട് വീട്ടിൽ സന്ദീപ് ജി നായരുടെയും അഞ്ജലി സന്ധ്യയുടെയും മകനാണ് സത്വിക്. കോതമംഗലം ഇന്റർനാഷണൽ സ്കൂൾ 2ാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ്. വൈക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രീത രാജേഷ്, വൈസ് മുനിസിപ്പൽ ചെയർമാൻ PT സുഭാഷ്, കൌൺസിലർ ബിന്ദു ഷാജി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഫ്ളാഗ് ഓഫ്. സാഹസിക യാത്ര വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം കൈകളിലെ ബന്ധനം അരൂർ MLA ദലീമ ജോജോ അഴിച്ചുമാറ്റി. അനുമോദന സമ്മേളനം കോതമംഗലം MLA ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TS സുധീഷ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രജിത, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീജ വാരപ്പെട്ടി, പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രശേഖരൻ നായർ, സ്കൂൾ പ്രിൻസിപ്പൽ ജിൻസ് പുളിക്കൽ എന്നിവരും ആശംസകൾ അറിയിച്ചു. സാഹസിക യാത്രയെ സ്വീകരിക്കുവാൻ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. ന്യൂസ് 18 കോതമംഗലം. കേരളത്തിലെ കൃഷിരീതികളെക്കുറിച്ച് പഠിക്കാൻ അമേരിക്കൻ ഗവേഷക വിദ്യാർത്ഥികൾ തൊടുപുഴയിലെത്തി. വിദ്യാർത്ഥികൾ തൊടുപുഴ മലങ്കര എസ്റ്റേറ്റിലെ പൈനാപ്പിൾ തോട്ടം സന്ദർശിച്ചു. അമേരിക്കയിലെ അയോവ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഹോർട്ടിക്കൾച്ചർ ഗവേഷക വിദ്യാർത്ഥികളാണ് പഠന സന്ദർശനത്തിന്റെ ഭാഗമായി മലങ്കര ഡാമിന് സമീപത്തെ പൈനാപ്പിൾ തോട്ടത്തിലെത്തിയത്. വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ 14 പേർ സംഘത്തിലുണ്ടായിരുന്നു. കൃഷിയിടത്തിലെത്തിയ വിദ്യാർത്ഥി സംഘം കർഷകരിൽ നിന്ന് കൃഷിരീതികളെക്കുറിച്ചും അവയ്ക്കായി അവലംബിക്കുന്ന മാർഗങ്ങൾ, സംസ്കരണം, മാർക്കറ്റ് കണ്ടെത്തൽ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും ചോദിച്ചറിഞ്ഞു. കേരളത്തിലെ സ്ഥലങ്ങളും കാർഷിക വിളകളും ഏറെ കൗതുകവും താൽപ്പര്യവും ഉണർത്തിയതായി വിദ്യാർത്ഥികൾ പറഞ്ഞു. പ്രൊഫസർമാരായ അജയ് നായർ, ആലിസൺ റോബർട്ട്സൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ എത്തിയത്. സംഘത്തിലുള്ള കുറ്റിപ്പുറം സ്വദേശിയായ അജയ് നായർ കഴിഞ്ഞ 21 വർഷമായി അയോവ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനാണ്. ഈ 12 പിള്ളേർ എല്ലാവരും ഫസ്റ്റ് ടൈമാണ് ഇന്ത്യയിലേക്ക് വരുന്നത്, അതും നാട്ടിലേക്ക് ഫസ്റ്റ് ടൈം. അപ്പോൾ അവരുടെ ഈ പ്രാവശ്യത്തെ ന്യൂ ഇയർ, അതായത് 1 ജാനുവരി, അത് നാട്ടിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഹോപ്പ്ഫുള്ളി ദിസ് വിൽ ബി എ ഗ്രേറ്റ് ഇയർ ഫോർ ദം. ആൻഡ് അവർ പഠിക്കുന്നു, ക്രോപ്പിനെ കുറിച്ചിട്ട് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നു. ക്രോപ്പ് മാത്രമല്ല, ഇവിടുത്തെ ഭക്ഷണം, ഫുഡ്, ഇവിടുത്തെ ട്രഡീഷൻസ്, ഇവിടുത്തെ കൾച്ചർ, അതൊക്കെ പഠിക്കുന്നത് അവർക്ക് ഭാവിയിൽ നല്ലതാണ്. എറണാകുളത്തെ പൊക്കാളി കൃഷി, നെല്ല്, മൂന്നാർ തേയിലത്തോട്ടം, കുമളി ഏലം എസ്റ്റേറ്റ് എന്നിവയും ഇതിനോടകം സംഘം സന്ദർശിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ഡിസംബർ 31 കേരളത്തിലെത്തിയ സംഘം കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ച് നാളെ മടങ്ങും. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി കല്ലാർകുട്ടി ഡാമിന്റെ മറുകരയിലുള്ള നായ്ക്കുന്ന് നിവാസികൾക്ക് പുറം ലോകത്തെത്തണമെങ്കിൽ ജലാശയത്തിലൂടെ വള്ളത്തിൽ യാത്ര ചെയ്യണം. അപകടകരമായ യാത്ര ഒഴിവാക്കാൻ നായ്ക്കുന്നിൽ നിന്ന് കല്ലാർകുട്ടി റേഷൻ കാർഡ് സിറ്റിയിലേക്ക് തൂക്കുപാലം നിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം സർക്കാർ അവഗണിക്കുകയാണ്.
കല്ലാർകുട്ടി ഡാമിന്റെ മറുകരയായ നായ്ക്കുന്നിലെ ജനങ്ങൾക്ക് പുറം ലോകത്തേക്ക് എത്തണമെങ്കിൽ ഏക യാത്രാമാർഗം ഈ വള്ളമാണ്. കുട്ടികളും വൃദ്ധജനങ്ങളും ഉൾപ്പെടെ നൂറുകണക്കിന് പേരാണ് ഓരോ ദിവസവും ഇത്തരത്തിൽ യാത്ര ചെയ്യുന്നത്. മഴക്കാലത്ത് ഡാമിലെ ജലനിരപ്പ് ഉയരുന്നതോടൊപ്പം കാറ്റും ശക്തമാകും. ഇതോടെ വള്ളത്തിലൂടെയുള്ള യാത്ര ഏറെ അപകടകരമാണ്. നായ്ക്കുന്നിൽ നിന്നും റേഷൻ കട സിറ്റിയിലേക്ക് തൂക്കുപാലം നിർമ്മിക്കുമെന്ന് നാട്ടുകാർ പതിറ്റാണ്ടുകളായി ആവശ്യപ്പെടുന്നെങ്കിലും സർക്കാർ ഇതൊന്നും പരിഗണിച്ചിട്ടില്ല. ഞങ്ങളിവിടെ വർഷങ്ങളായിട്ട് ഇവിടെ ഈ കടത്തില്ലാതെ ഇങ്ങനെ ഈ പഞ്ചായത്തോടെ ഇങ്ങനെ കടന്നു വന്ന മടുത്ത് നമുക്കൊരു പാലില്ലാത്തതുകൊണ്ട് വളരെ കഷ്ടപ്പെടപ്പെട്ടിരിക്കുന്നു. ഒരു കൃഷിക്കാരനായിട്ട് ഇവിടെ ജീവിക്കാൻ ഞാൻ മാർക്കില്ലാത്തതുകൊണ്ട് ജീവിച്ചുകൊള്ളാം. അപ്പോൾ അതിനും വരെ ആത്മഹത്യ ചെയ്യുന്നൊരു അവസരമാണ് ഞങ്ങളിവിടെ ജീവിതം. മഴയത്ത് 350 ദിവസമില്ല വെള്ളം, അല്ലാതെ വേറൊരു മാർഗമില്ല. ഈ വെള്ളം കിടക്കാതെ ഇവിടെ ഒരു 100-200 പേരില്ല കടന്നു പോകേണ്ട സ്ഥിരം ഒരു വെള്ളം വരും. പക്ഷേ എല്ലാവർക്കും ആശ്രയം ഈ വെള്ളം മാത്രമേ. പല ആൾക്കാരും വന്ന് അന്വേഷിച്ചിട്ട് പോകും. പക്ഷേ നമുക്കതൊരു ഒരു സർക്കാരിൽ നിന്നൊരു അനുകൂലം കണ്ടില്ല. അങ്ങനെയായിപ്പോയി. ഇഞ്ചത്തൊട്ടിയിലും കാഞ്ഞിരവേലിയിലും അയ്യപ്പൻകോവിലും ഇത്തരത്തിൽ തൂക്കുപാലങ്ങളുണ്ട്. ദൂരസ്ഥലങ്ങളിൽ ജോലിക്ക് പോയിട്ടും മറ്റ് യാത്രകൾക്ക് ശേഷവും വൈകി തിരികെ എത്തുന്നവർക്ക് വള്ളത്തിലൂടെയുള്ള യാത്ര ഏറെ ദുഷ്കരമാണ്. കല്ലാർകുട്ടി ജലാശയത്തിന് കുറുകെ തൂക്കുപാലം നിർമ്മിച്ചാൽ കാലങ്ങളായി നായ്ക്കുത്ത് നിവാസികൾ അനുഭവിക്കുന്ന യാത്രാ ദുരിതത്തിന് പരിഹാരമാവുന്നതോടൊപ്പം കല്ലാർകുട്ടിയുടെ വിനോദസഞ്ചാര മേഖലയ്ക്കും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനാകും. നായ്ക്കുന്നിൽ തൂക്കുപാലം നിർമ്മിക്കുന്നതിനാവശ്യമായ ഇടപെടൽ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. ശശിധരനും പുഷ്പവല്ലിക്കും അടച്ചുറപ്പുള്ള സ്വന്തം വീട്ടിൽ ഇനി തലചായ്ക്കാം. സേവാഭാരതി കായംകുളം കൃഷ്ണപുരം പഞ്ചായത്തിൽ നിർമ്മിച്ചു നൽകിയ 4ാമത്തെ വീടാണ് ഇത്. കായംകുളം കൃഷ്ണപുരം പഞ്ചായത്തിൽ ദേശത്തിനകം 1-ാം വാർഡിൽ ആദ്യകാട്ട് വീട്ടിൽ ശശിധരൻ പുഷ്പവല്ലി ദമ്പതികൾക്കാണ് സേവാഭാരതി കൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റി വീട് നിർമ്മിച്ചു നൽകിയത്. അടച്ചുറപ്പില്ലാത്ത പ്ലാസ്റ്റിക് ഷീറ്റുകളാൽ മൂടപ്പെട്ട മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ഒറ്റമുറി വീട്ടിലായിരുന്നു പ്രായപൂർത്തിയായ 2 പെൺമക്കളടക്കമുള്ള ഈ കുടുംബം കഴിഞ്ഞുപോകുന്നത്. കൃഷ്ണപുരം സേവാഭാരതി പ്രവർത്തകർ ഇവരുടെ വീടിന്റെ ശോചനീയാവസ്ഥ അറിഞ്ഞതിനെ തുടർന്നാണ് ദേശീയ സേവാഭാരതിയുടെ തലചായ്ക്കാൻ ഒരിടം എന്ന പദ്ധതിയിലൂടെ വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചത്. വീടിന്റെ താക്കോൽദാനം ക്ഷേത്രീയ സഹകാര്യവാഹും ജന്മഭൂമി മാനേജിംഗ് ഡയറക്ടറുമായ M. രാധാകൃഷ്ണൻ നിർവഹിച്ചു. ചടങ്ങിൽ സേവാഭാരതി പഞ്ചായത്ത് തല പ്രസിഡന്റ് കുഴിത്തറ രാജേന്ദ്രൻ അധ്യക്ഷനായി. രക്ഷാധികാരി PR വിനോദ് ശ്രീശക്തി സ്വാഗതം പറഞ്ഞു. സേവാഭാരതി ജില്ലാ സെക്രട്ടറി P. ശ്രീജിത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ജില്ലാ സഹകാരി വാക് സതീഷ്, BJP കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പാറയിൽ രാധാകൃഷ്ണൻ, മടത്തിൽ ബിജു, ശരത് പാട്ടത്തിൽ, ജ്യോതികുമാർ, സെക്രട്ടറി N. ഹർഷകുമാർ, ട്രഷറർ S. ദിലീപ് കുമാർ, സിന്ധു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 18 കായംകുളം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5775 രൂപ, പവന് 46,200 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 4800 രൂപ, പവന് 38,400 രൂപ. വെള്ളി ഗ്രാമിന് 78 രൂപ, കിലോയ്ക്ക് 78,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾ